മുതിർന്നവരിൽ ഇങ്ങനെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിനുള്ള കാരണങ്ങൾ തിരുമുക, മൂക്കിൽ വിരലിടുന്നത്, അതുപോലെ തന്നെ പൊറ്റ പോലെ തരി പോലെ വരുന്നത്, മാന്തി എടുക്കാൻ നോക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ മൂക്ക് ശക്തിയായിട്ട് ചീറ്റുന്നത്, മൂക്ക് കാർക്കിക്കുക, മൂക്ക് ചീറ്റി ക്ലിയർ ചെയ്യാൻ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുതിർന്നവരിൽ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള അലർജി, ഇൻഫെക്ഷനുകൾ, സൈനസ് ഇൻഫെക്ഷനുകൾ എന്നിവയൊക്കെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനായിട്ട് കാരണമാകുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂക്കിലുണ്ടാകുന്ന പരിക്കുകൾ, അത് വീഴുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാഹന അപകടങ്ങൾ, ഹെൽമെറ്റ് ഇല്ലാതെ ടൂ വീലർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തിനും തലയ്ക്കും പറ്റുന്ന പരിക്കുകൾ എന്നിവയൊക്കെ മൂക്കിൽ നിന്ന് ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിന് കാരണമാകും. പിന്നെയുള്ളത് മുതിർന്നവരിൽ കാണുന്നത് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൺട്രോൾ ആകാതെ വരുമ്പോൾ മൂക്കിലുള്ള ബ്ലഡ് വെസലുകൾ അത് ആ പ്രഷർ കൂടിയിട്ട് പൊട്ടുകയും മൂക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് വരികയും ചെയ്യാം. പിന്നെ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള അസുഖമുള്ളവർ, കിഡ്നി പ്രോബ്ലം ഉള്ളവർ, ലിവറിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അവർക്ക് ബ്ലഡ് ചിലപ്പോൾ ക്ലോട്ട് ചെയ്യാനായിട്ട് പ്രശ്നമുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും മൂക്കിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് മുറിവുണ്ടാവുകയോ മൂക്ക് ചീറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളമായി ബ്ലഡ് വരാം. പിന്നെ ഉള്ളത് ചില മരുന്നുകൾ കഴിക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക്, ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക്, അല്ലെങ്കിൽ സ്ട്രോക്ക്, തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി സ്ട്രോക്ക് വന്നവർക്ക് അത് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ മൂക്കിലും ചെറിയ മുറിവുണ്ടാകുമ്പോൾ അവിടെ നിന്നും ബ്ലഡ് ക്ലോട്ട് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് മുതിർന്നവരിൽ കാണുന്ന ചില കാരണങ്ങൾ.